നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രേംജിത്ത് പ്രേമാൽ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ ആക്ട് ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോമ്പറ്റീഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കോമ്പറ്റീഷനെതിരായിട്ടുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് എനാക്ട് ചെയ്തിരിക്കുന്ന ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടെന്ന് പറയുന്ന കോമ്പറ്റീഷൻ ആക്ടിൻ്റെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പറ്റില്ല, അത്രയ്ക്ക് സിംപ്ലിഫൈ ചെയ്ത് അത്രയ്ക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് ഫുള്ള് നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോട്ടിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ ആദ്യമേ എന്താണ് അക്വിസിഷൻ എന്നാണ്. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയോ അല്ല അതിനെ കൈവശപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അക്വിസിഷൻ മീൻസ് acquiring or agreeing to acquire directly or indirectly shares, voting rights or assets or control over management. അപ്പം എന്തെങ്കിലും ഒരു എൻ്റർപ്രൈസിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ അവിടുത്തെ വോട്ടിംഗ് റൈറ്റ്സ്, അവിടുത്തെ അസറ്റ്സ്, അവിടുത്തെ മാനേജ്മെൻറ്റ് കൺട്രോൾ, ഇതെന്തെങ്കിലും നമ്മൾ കൈവശപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അക്വയറിങ്ങും വരുന്നുണ്ട്, എഗ്രീയിങ് ടു അക്വയറും വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരു പ്ലാൻ ഉണ്ട്, ഇൻ അഡ്വാൻസ് നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ കൂടി കോമ്പറ്റീഷൻ ആക്ടിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ അക്വിസിഷൻ്റെ ഡെഫിനിഷനകത്ത് എഗ്രീയിങ് ടു അക്വയർ എന്നും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ അക്വിസിഷൻ മീൻസ് അക്വയറിംഗ് ഓർ എഗ്രീയിങ് ടു അക്വയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഷെയർസ്, വോട്ടിംഗ് റൈറ്റ്സ് ഓർ അസറ്റ്സ് ഓർ കൺട്രോൾ ഓവർ മാനേജ്മെൻറ്റ്. ഓക്കെ, അടുത്തത് എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതി നമ്മൾ പണ്ട് കോൺട്രാക്ട് ആക്ടിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, രണ്ടുപേരിങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, അത് ലോയിൽ എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പക്ഷേ ഇവിടുത്തെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പരസ്പരം എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പറയുന്ന എഗ്രിമെൻറ്റ് നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ആവണം എന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ രണ്ട് സെല്ലേഴ്സ്, മാർക്കറ്റിലുള്ള രണ്ട് സെല്ലേഴ്സ് ഒരു ധാരണയിലെത്തുന്നു, എന്നിട്ട് ആ ധാരണയുടെ മുകളിൽ വിൽക്കുന്നു. ചിലപ്പം അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ അവരൊരു ധാരണയിലെത്തും, ഇത്ര വിലയ്ക്ക് താഴെ വിൽക്കേണ്ട എന്നൊരു ധാരണയിലെത്തുന്നു, എന്നിട്ട് അങ്ങനെ വിൽക്കുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. അത് പേപ്പറിൽ എഴുതണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു എഗ്രിമെൻറ്റ് നിയമവശാൽ എൻഫോഴ്സിബിൾ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ഏരിയയാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം എഗ്രിമെൻറ്റ് മീൻസ് എനി അറേഞ്ച്മെൻറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് വെദർ ഇൻ റൈറ്റിംഗ് ഓർ നോട്ട്, വെദർ എൻഫോഴ്സിബിൾ ബൈ ലോ ഓർ നോട്ട്, നിയമപരമായിട്ട് അതിന് വാലിഡിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അടുത്തത് ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്ന അതേ ഗുഡ്സ് തന്നെയാണ് ഇവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് അഡീഷൻസും കൂടെ ഉണ്ട്. ഇതിനകത്ത് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഉൾപ്പെടുന്നുണ്ട്. പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഇപ്പം പൊട്ടറ്റോ അതെന്താണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അടുത്ത മാനുഫാക്ചേർഡ്, അസംബിൾ ചെയ്തുണ്ടാക്കുന്ന ഗുഡുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ, എയർ കണ്ടീഷണർ, കമ്പ്യൂട്ടർ, അതൊക്കെ കാര്യങ്ങൾ. പ്രോസസ്ഡ് എന്ന് പറയുമ്പോൾ ഈ പൊട്ടറ്റോ ചിപ്സ് ആക്കത്തില്ല നമ്മൾ, അതാണ് പ്രോസസ്ഡ് ഗുഡ് എന്ന് പറയുന്നത്. അടുത്തത് മൈൻഡ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, സിൽവർ, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ അലോട്ട്മെന്റ്, ഇതും എന്താണ് ഗുഡ്സിന്റെ ഭാഗമാണ്. ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ അലോട്ട്മെന്റ്, ഒറ്റ വാക്യം നമുക്ക് സെക്യൂരിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, അലോട്ട്മെന്റിന് മുമ്പ് ഷെയർസും ഡിബഞ്ചേഴ്സും ഗുഡാണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, അലോട്ട്മെന്റിന് ശേഷം മാത്രമേ ഈ ഷെയർസും ഡിബഞ്ചേഴ്സും എല്ലാം എന്താണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റിന് മുമ്പ് ഇത് ഗുഡ് ആണോ എന്ന് ചോദിച്ചാൽ ഗുഡ് അല്ല. അലോട്ട്മെന്റിന് ശേഷം മാത്രമേ ഷെയർസും ഡിബഞ്ചേഴ്സും എന്താവത്തുള്ളൂ, ഗുഡ് ആവത്തുള്ളൂ. അടുത്തത് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഇമ്പോർട്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഗുഡ്സും എന്താണ് ഗുഡ്സിൻ്റെ ഭാഗമാവുന്നതാണ് ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരമുള്ള ഡെഫിനിഷനാണ് ഗുഡ്സിനുള്ളത്. പക്ഷേ ഗുഡ്സിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്, മാനുഫാക്ചേർഡ്, പ്രോസസ്ഡ്, മൈൻഡ്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ അലോട്ട്മെന്റ്, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഇമ്പോർട്ടഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്തത് കൺസ്യൂമറിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്യൂമർ ഡെഫിനിഷൻ എന്തെന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് എന്താണോ കൺസ്യൂമർ ഡെഫിനിഷൻ അത് തന്നെയാണ് ഇവിടുത്തെ കൺസ്യൂമർ ഡെഫിനിഷൻ. പക്ഷേ കുറച്ച് അഡീഷൻ ഉണ്ട്. ഒരു കൺസ്യൂമർ, അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള കൺസ്യൂമർ ഉണ്ടാവും. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, പേഴ്സണൽ പർപ്പസിനുണ്ട്. ഇപ്പം ഞാൻ എന്ന വ്യക്തി എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, അത് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഞാനൊരു ട്രേഡറാണ്, ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ച് വിൽക്കുന്ന ഒരു ആളാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താ, കൊമേഴ്ഷ്യൽ പർപ്പസ്, ബിസിനസ് പർപ്പസിന് വേണ്ടി മേടിക്കുന്നതാണ്. ഓക്കെ, മീൻസ് കമ്പ്യൂട്ടർ മേടിക്കുന്നു എന്നിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് ഉപയോഗങ്ങൾക്ക് വേണ്ടി മേടിക്കുകയാണ്, അതും എന്താണ് കൊമേഴ്ഷ്യൽ പർപ്പസാണ്. അപ്പം ഒരു കൺസ്യൂമറുടെ ഡെഫിനിഷനകത്ത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് കൂടാതെ കോമ്പറ്റീഷൻ ആക്ട് പറയുന്നത് കൺസ്യൂമറുടെ ഡെഫിനിഷനകത്ത് കൊമേഴ്ഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും ഗുഡ്സ് വാങ്ങിക്കുന്ന ആൾക്കാരെയും എന്താണ് കൺസ്യൂമർ ആയിട്ട് തന്നെയാണ്
കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഏത് വാങ്ങിക്കുന്ന ആൾക്കാരെ എന്താണ് കൺസ്യൂമർ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ കൺസിഡറേഷൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് പേ ചെയ്യണമെന്നില്ല. അത് പേ ചെയ്തിരിക്കാം, പ്രോമിസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ആയിരിക്കാം, പാർട്ട്ലി പ്രോമിസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡീഫേർഡ് പേയ്മെന്റ് ആയിരിക്കാം. അപ്പോൾ ഇത്രയും ഡെഫിനിഷനാണ് നമ്മൾ ആദ്യത്തെ പേജിലുള്ളത്. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ acquiring or agreeing to acquire directly or indirectly shares, voting rights or assets or control over management. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് റൈറ്റിങ്ങിലാവണമെന്നില്ല, നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ആവണമെന്നും നിർബന്ധമില്ല. ഗുഡ്സ് എന്ന് പറയുമ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഗുഡ് തന്നെ, പക്ഷേ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പ്രൊഡ്യൂസ്ഡ് ഗുഡ്, മാനുഫാക്ചേർഡ്, പ്രോസസ്ഡ്, മൈൻഡ്, ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആഫ്റ്റർ അലോട്ട്മെന്റ്, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ഇമ്പോർട്ടഡ് ഇൻ ഇന്ത്യ. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ അതേ കൺസ്യൂമർ തന്നെ, പക്ഷേ പേഴ്സണൽ പർപ്പസിനും കൊമേഴ്ഷ്യൽ പർപ്പസിനും ഗുഡ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കുന്ന ആൾക്കാരെ ഇവിടെ കൺസ്യൂമർ ആണ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ആവാം, പ്രോമിസ്ഡ് ആവാം, പാർട്ട്ലി പെയ്ഡ് ആവാം, പാർട്ട്ലി പ്രോമിസ്ഡ് ആവാം, ഡീഫേർഡ് പേയ്മെന്റ് ആവാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പറയുന്ന എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഇപ്പോൾ എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം, അതിൻ്റെ ബ്രാഞ്ച്, അതിൻ്റെ ഏജൻസി, ഓഫീസ് എല്ലാ എന്റർപ്രൈസിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഗവൺമെന്റ് എന്റർപ്രൈസുകളും എന്റർപ്രൈസിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് എന്റർപ്രൈസ് എന്ന് പറയുമ്പോൾ എല്ലാ ഗവൺമെന്റ് എന്റർപ്രൈസുകളും ഇല്ല. ഗവൺമെന്റ് എന്റർപ്രൈസ് പ്രൊഡക്ഷനിലോ മാനുഫാക്ചറിങ്ങിലോ ട്രേഡിങ്ങിലോ ബിസിനസ് ആക്ടിവിറ്റികളിലോ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യും? എന്റർപ്രൈസസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഒരു സ്ഥാപനമോ അതിന്റെ ബ്രാഞ്ചോ ഓഫീസോ ഏജൻസിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്റർപ്രൈസ് എൻഗേജിന് മാനുഫാക്ചറിങ്, ട്രേഡിംഗ്, പ്രൊഡക്ഷൻ ഓർ ബിസിനസ് ആക്ടിവിറ്റി, ഇവ എന്താണ്? എന്റർപ്രൈസിന്റെ ഡെഫിനിഷനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത പറയാൻ പോണത് ഒരു ഗവൺമെന്റ് എന്റർപ്രൈസ്. ആ ഗവൺമെന്റ് എന്റർപ്രൈസ് ഈ ട്രേഡിംഗ്, ബിസിനസ് ആക്ടിവിറ്റിയിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അറ്റോമിക് അല്ലെങ്കിൽ കറൻസി, ഡിഫൻസ്, സ്പേസ്, ഈ 4 ഏരിയകളാണെങ്കിൽ അവ എന്ത് ചെയ്യത്തില്ല? ഈ ഒരു ഡെഫിനിഷൻ്റെ കീഴിൽ വരത്തില്ല. ഫോർ എക്സാമ്പിൾ, നാളെ ഞാൻ ഈ കോമ്പറ്റീഷൻ ആക്ട് ഒക്കെ പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ആർ ബി ഒരു മോണോപോളിയാണ്, അതിന് കോമ്പറ്റീഷൻ ഒന്നുമില്ല, ആൾക്കാരെ ചൂഷണം ചെയ്യുന്നുണ്ട്, മീൻസ് മര്യാദയ്ക്ക് പൈസ ഒന്നും അടിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ നാളെ കോമ്പറ്റീഷൻ ആക്ടിനകത്ത് കൊണ്ടുപോയി കേസ് കൊടുക്കുക, RBI മോണോപോളിയാണ്, പറ്റത്തില്ല, എനിക്ക് ഒരു റിസർവ് ബാങ്ക് കൂടെ വേണമെന്നൊക്കെ പറയും. അപ്പം ഈ ഒരു ഡെഫിനിഷൻ ഇതിനകത്ത് നിന്ന്, ഈ ഒരു ഡെഫിനിഷൻ നിന്ന് എന്റർപ്രൈസിനെ ഒഴിവാക്കിയില്ലെങ്കിൽ, RBI പോലുള്ള സ്ഥാപനങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മളെ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അറ്റോമിക്, കറൻസി, ഡിഫൻസ്, സ്പേസ് അതുപോലുള്ള ഗവൺമെന്റ് എന്റർപ്രൈസുകളെ ഈ ഒരു എന്റർപ്രൈസ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്താണ് കാർട്ടൽ എന്ന് പറയുന്നത്. കാർട്ടൽ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കേട്ടിട്ടുള്ളത് ഒന്നാമത്തത് മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ളത് ഓയിൽ കമ്പനികളുടെ കേസിലാണ്. മീൻസ് ഓയിൽ കമ്പനികൾ ഒരു കാർട്ടൽ ഫോം ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ഇന്ന വർഷത്തേക്ക് ഇത്ര മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത്ര വിലയ്ക്ക് വിറ്റാൽ മതി. അതിപ്പം ഒരു 7-8 കമ്പനികളെ ഒരു ഇൻഡസ്ട്രിയിലുള്ളെങ്കിൽ അവരെന്ത് ചെയ്യും? അവരൊരു ഗ്രൂപ്പ് അങ്ങ് ഫോം ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവിടുത്തെ സപ്ലൈയും അതിൻ്റെ പ്രൈസും എല്ലാം അവർ തന്നെ അങ്ങ് ഡിറ്റർമൈൻ ചെയ്യും. ഇതെന്താണ്? പലപ്പോഴും കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പാണ് കാർട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഗ്രൂപ്പ് എന്ന് പറയുന്നത് നല്ല ഒരു ഗ്രൂപ്പ് ഉണ്ടോ, പന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ കാർട്ടൽ എന്ന് പറഞ്ഞ ഒരു പന്ന ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഈ ബൾബ് കമ്പനികൾ, പണ്ട് കാലത്ത് ബൾബ് കമ്പനികൾ ഒരു കാർട്ടൽ ഫോം ചെയ്തിരുന്നു. മീൻസ് പണ്ട് കാലത്തെ ബൾബുകൾ എന്ന് പറഞ്ഞാൽ കുറേ നാൾ അത് കത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ കുറേ നാളിങ്ങനെ കത്ത് നിന്നപ്പോഴത്തേക്കും ബൾബുകൾ വാങ്ങിക്കാതായ ആൾക്കാർ, അപ്പോഴത്തേക്കും കമ്പനികൾ, ബൾബ് ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് അവർ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. ബൾബിന് ഇത്ര ലിമിറ്റഡ് അവേഴ്സ് മാത്രം കത്തിയാൽ മതി, അതിനുശേഷം പീസായി പോകുന്ന രീതിക്ക് ബൾബ് ഉണ്ടാക്കാമെന്ന് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. അവിടെ എന്താണ്? അതൊരു കാർട്ടലാണ്. അപ്പോൾ ഒരു സപ്ലൈ ഒബ്സ്ട്രക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പാണ് കാർട്ടൽ എന്ന് പറയുന്നത്. മീൻസ് സപ്ലൈ കുറച്ചാലോ ഔട്ട്പുട്ട് കുറച്ചാലോ, നമ്മളിപ്പം എക്കണോമിക്സ് പഠിക്കത്തില്ലേ, ഇപ്പം ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്, സപ്ലൈ എന്ത് ചെയ്യുന്നു? കുറയുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് തന്നെ മേളിലോട്ട് പോകും. അങ്ങനെ സപ്ലൈ കുറച്ചോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറച്ചോ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? കാർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സംശയമുണ്ടോ? ഓക്കെ, അടുത്തത് പേഴ്സൺ. അടുത്തത് പേഴ്സണിൻ്റെ ഡെഫിനിഷൻ. പേഴ്സൺ എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ പഠിച്ച അതേ പേഴ്സൺ ആണ്. ഇവിടെ കുറച്ച് അഡീഷൻസ് വരുത്തണം. അപ്പോൾ നേരത്തെ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സിനെ ഇങ്ങോട്ട് എടുത്തു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ കൺസ്യൂമറെ ഇങ്ങോട്ട് എടുത്തു. ഇപ്പം നമ്മൾ ഇൻകം ടാക്സിലെ പേഴ്സണെ ഇങ്ങോട്ട് എടുക്കുക.
അപ്പം ആദ്യമേ എന്താണ് ഇൻഡിവിഡൽ, രണ്ടാമത് ഇൻഡിവിഡൽ കല്യാണം കഴിച്ച കുടുംബമായി HUF. പിന്നെ ഈ HUFിലുള്ള കുറേ അധികം പേരുണ്ട്. അവർ ഒരു ഫേം തുടങ്ങാം, പിന്നെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം, പിന്നെ ഇതൊന്നും നോക്കാത്തപ്പോൾ കുറേ പേരാണെന്ന് ഇപ്പോൾ കമ്പനി ആക്കാം. പിന്നെ എന്താണ് AGP, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, ബോഡി കോർപ്പറേറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, കോർപ്പറേഷൻ ഫോംഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൊവിഷണൽ ആക്ട്, ഗവൺമെൻറ് കമ്പനി. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഇൻകം ടാക്സ് ഇല്ലാത്തത് ആരൊക്കെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻകം ടാക്സിലുണ്ട്, പക്ഷേ ഇവിടെ എടുത്ത് അല്ലാതെ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി, കോർപ്പറേഷൻ ഫോംഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൊവിഷണൽ ആക്ട്, ഇനി ഗവൺമെൻറ് കമ്പനി. ഈ 3 പേരാണ് നമ്മൾ ഇൻകം ടാക്സ് ഇല്ലാത്ത. ബോഡി കോർപ്പറേറ്റ്, ഈ 4 പേരാണ് നമ്മൾ ഇൻകം ടാക്സ് ഇല്ലാതെ ഇവിടെ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഉള്ള പേഴ്സണും അതിൻ്റെ കൂടെ ആരെയൊക്കെ കൂട്ടണം? കോപ്പറേറ്റീവ് സൊസൈറ്റി, കോർപ്പറേഷൻ ഫോംഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ബൈ പ്രൊവിഷണൽ ആക്ട്, ബോഡി കോർപ്പറേറ്റ്, ഗവൺമെൻറ് കമ്പനി. ഇത്രയും പേരെ കൂടെ ആക്കുമ്പോൾ പേഴ്സൺ ആവും. ഇതിനകത്തുള്ള കമ്പനികളും ബോഡി കോർപ്പറേറ്റ് ഫേമും ഒക്കെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്താലും ഇന്ത്യക്ക് വെളിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്താലും ഈ പേഴ്സണിന്റെ ഡെഫിനിഷനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്താണ് ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്. ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 ബിസിനസ്സുകാർ തമ്മിലൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ഈ എഗ്രിമെന്റിന് കോമ്പറ്റീഷന്റെ മേളിലൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ട്. അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയാം. അപ്പോൾ കോമ്പറ്റീഷന്റെ മേളിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള എഗ്രിമെന്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു എഗ്രിമെന്റിന് കോമ്പറ്റീഷന്റെ മേളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്നൊക്കെ നമ്മൾ വരുന്ന പേജുകളിൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷന്റെ മേളിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉള്ള എഗ്രിമെന്റുകളെ എന്തെന്ന് പറയാം? ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ് എന്ന് പറയാം. അപ്പോൾ ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റുകൾ കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ടൈപ്സ് നമുക്ക് പഠിക്കാം. ആദ്യത്തത് ടൈപ്പ് എഗ്രിമെന്റ് എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു AC കമ്പനിയുടെ ഉടമസ്ഥനാണ്. എൻ്റെ AC എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല AC ആണ്. ഏറ്റവും കൂടുതൽ തണുപ്പ് കൊടുക്കുന്ന AC ആണ് എൻ്റെ AC എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ ഷോറൂമിലേക്ക് ഒരു കസ്റ്റമർ വരികയാണ്. അപ്പോൾ ഞാൻ AC മാത്രമല്ല ഫാൻ ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫാനൊന്നും അത്ര കൊള്ളത്തില്ല, ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള ഫാനാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു കസ്റ്റമർ വരികയാണ്. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ AC വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു AC ഒക്കെ തരാം, ഞങ്ങൾ AC ആണ് ബെസ്റ്റ് AC, അതുകൊണ്ട് AC ഒക്കെ തരാം. പക്ഷേ ഞങ്ങളെ AC മേടിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഫാനും കൂടെ മേടിച്ചാൽ മാത്രമേ ഞങ്ങൾ AC തരുത്തോളാം എന്ന് പറഞ്ഞു. ഇതിനാണ് ടൈപ്പ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. ഒരു സാധനം മേടിക്കണമെങ്കിൽ മറ്റേ സാധനം മേടിക്കാനായിട്ട് പറയും. അപ്പോൾ കണ്ടീഷൻ ടു പർച്ചേസ് വൺ ഗുഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബൈങ് അനദർ ഗുഡ്. സംശയമുണ്ടോ? ടൈപ്പ് എഗ്രിമെന്റ് മനസ്സിലായോ? ഓക്കെ. അടുത്തത് എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ്. എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു കോച്ചിങ് സെന്റർ നടത്തുകയാണ്. ഞാൻ കേരളത്തിൽ തന്നെ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻകം ടാക്സ് പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് കുട്ടികൾ വരുവാണ്. അപ്പം ഒരു കുട്ടി വന്നു. ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, സാർ എനിക്ക് നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ കുട്ടി CMA ഫൈനൽ 3rd ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസ്സൊക്കെ തരാം, ഇൻകം ടാക്സിൻ്റെ ക്ലാസ്സൊക്കെ തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ബാക്കിയുള്ള പേപ്പർ ഉണ്ടല്ലോ അത് വേറെ ആരെടുത്തുനിന്നും പഠിക്കരുത്, എൻ്റെ അടുത്തുനിന്ന് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു. മീൻസ് വേറെ ആരെടുത്തും പോകാനായിട്ട് പാടില്ല, എൻ്റെ അടുത്ത് തന്നെ പഠിക്കണം ബാക്കിയുള്ള 3 സബ്ജക്റ്റും. ഇതിനാണ് എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. വേറെ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ വേറെ ഒരു ട്രേഡർ, വേറെ ഒരു സപ്ലയർ ആരെടുത്തും പോകാൻ പാടില്ല. എല്ലാ സംഭവവും ഞാൻ തന്നെ എന്ത് ചെയ്യും തരും. അതാണ് പുട്ടിംഗ് കണ്ടീഷൻ നോട്ട് ടു ബൈ ഗുഡ്സ് ഫ്രം അനദർ പേഴ്സൺ. പുട്ടിംഗ് കണ്ടീഷൻ നോട്ട് ടു ബൈ ഗുഡ്സ് ഫ്രം അനദർ പേഴ്സൺ. മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഗുഡ് വാങ്ങിക്കരുത് എന്നൊരു കണ്ടീഷൻ ഞാൻ എടുത്തു. അതിനാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ക്ലൂസീവ് സപ്ലൈ അഗ്രിമെന്റ്. മൊത്തം കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ആരായിരിക്കും? ഞാനായിരിക്കും. അതിനാണ് എക്സ്ക്ലൂസീവ് സപ്ലൈ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. സംശയമുണ്ടോ? അടുത്തത് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെന്റ്. എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലിമിറ്റ് വെക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു റോളക്സ് വാച്ച് വിൽക്കുകയാണ്, എൻ്റെ ഒരു സുഹൃത്തിന് വിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറയും, ഈ ഒരു വാച്ച് നീ കൊല്ലം ജില്ലയിലല്ലാതെ വേറൊരു ജില്ലയിലും വിൽക്കരുതെന്ന് പറയും. മീൻസ് അവന് ഒരു ജോഗ്രഫിക്കൽ ലിമിറ്റ് ഞാൻ കൊടുക്കുകയാണ്. അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം? അവൻ വിൽക്കണം, അല്ലാതെ അവൻ വിൽക്കാൻ പാടില്ല. അവനൊരു സത്യത്തിൽ ഞാൻ റോളക്സ് വാച്ചിൻ്റെ ഒരു മാനുഫാക്ചർ ആണെന്ന് വെച്ചോ, അവനൊരു റോളക്സ് വാച്ചിൻ്റെ ട്രേഡറാണ്. അവൻ എൻ്റെ മാത്രമല്ല, അവൻ വേറെ അധികം വാച്ചുകളും എല്ലാം വിൽക്കുന്നുണ്ട്. അവൻ സ്വന്തമായിട്ടൊരു കടയൊക്കെ ഉണ്ട്. അവന് ഞാൻ റോളക്സ് വാച്ച് വിറ്റിട്ട് പറഞ്ഞു, നീ ഇത് കൊല്ലത്ത് മാത്രം വിൽക്കാവോ, വേറെ എവിടെയും വിൽക്കാൻ പാടില്ല. മീൻസ് അവൻ്റെ ജോഗ്രഫിയിൽ ലിമിറ്റിനെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതെന്താണ്? ആന്റി കോമ്പറ്റീറ്റീവ് ആണ്. ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകൾ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇങ്ങനല്ലേ ഫ്രാഞ്ചൈസി ബിസിനസ്സും അതൊക്കെ വർക്ക് ചെയ്യണമെന്ന്
ഒരു സംശയം തോന്നും ഡീലർഷിപ്പ് ഒക്കെ വർക്ക് ചെയ്യണത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഫ്രാഞ്ചൈസ് ഡീലർഷിപ്പ് പോലുള്ള ബിസിനസ്സുകളിൽ ഈ കമ്പനിയും അതുപോലെ തന്നെ ഈ ട്രേഡറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഏജന്റ് ബന്ധമാണ്. പക്ഷേ ഇവിടെ എന്തായിരിക്കണം, പ്രിൻസിപ്പൽ ബന്ധമാണ്. മീൻസ് ആസ് എ കമ്പനി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ആസ് എ ട്രേഡർ അവൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അവൻ്റെ സാധനം മേടിക്കുന്നു, അവൻ മറച്ചു വയ്ക്കുന്നു. അല്ലാതെ അവനും ഞാനുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ രണ്ടുപേരും വ്യത്യസ്ത വ്യക്തികളാണ്, പ്രിൻസിപ്പളാണ്. അവൻ എവിടെയൊക്കെ വിൽക്കണം എന്ന് പറയാനായിട്ടുള്ള അധികാരം എനിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരു എഗ്രിമെന്റ് പാടില്ല. അത് ആന്റി കോമ്പറ്റീറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റുകളൊന്നും പാടില്ല. ഇതുവരെ പറഞ്ഞ എന്താണ് ടൈൻ എഗ്രിമെന്റ്, എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെന്റ്, ഇതൊന്നും പാടില്ല. അടുത്ത എഗ്രിമെന്റ് ആണ് റെഫ്യൂസൽ ടു ഡീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ കോച്ചിങ് സെന്ററിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി വരെയാണ് ഇൻകം ടാക്സ് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി വരുന്നു. അപ്പോൾ ഞാൻ പറയും ഇൻകം ടാക്സ് ഒക്കെ പഠിപ്പിച്ച് തരാം, പക്ഷേ എൻ്റെ ഒരു ശത്രു ഉണ്ട് അപ്പുറത്ത് കോച്ചിങ് സെന്റർ നടത്തുന്നത്. പുള്ളി വേറൊരു സബ്ജക്റ്റ് എടുക്കാനാണ്. പുള്ളിയുടെ അടുത്ത് ക്ലാസ് എടുക്കരുതെന്ന് പറയും. ഓക്കെ, എന്താ പറയുക, പുള്ളിയുടെ അടുത്ത് പോയിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് തരാമെന്ന് പറയും. മീൻസ് ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് ഒരു തരത്തിലുള്ള ട്രാൻസാക്ഷനും ഏർപ്പെടരുത് എന്ന് പറയുന്നതാണ് റെഫ്യൂസൽ ടു ഡീൽ എന്ന് പറയുന്നത്. പുട്ടിംഗ് കണ്ടീഷൻ റിസ്ട്രെയിനിങ് ടു ഡീൽ വിത്ത് എനി പർട്ടിക്കുലർ പേഴ്സൺ. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം സോണി എന്ന് പറയുന്ന ഒരു കമ്പനി ഞാൻ ഒരു ഇലക്ട്രോണിക് കടയിലെ ഷോറൂമിൻ്റെ ഓണറാണ്. അപ്പോൾ ഞാൻ സോണിൻ്റെ അടുത്ത് ചോദിക്കണം എനിക്ക് കുറച്ച് ടി വി തരുമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ടി വി ഒക്കെ തരാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ LG കാരൻ്റെ ടി വി എടുക്കാൻ പാടില്ല. വേറെ ആരെ വേണമെങ്കിലും എടുത്തോ, വേറെ പാനസോണിക്കോ എന്തോ വേണമെങ്കിലും എടുത്തോ, പക്ഷേ LG കാരൻ്റെ മാത്രം നീ എടുക്കാൻ പാടില്ല എന്നതിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അത് റെഫ്യൂസൽ ടു ഡീലാണ്. ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് ഡീൽ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, റെഫ്യൂസൽ ടു ഡീലും എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻറ്റും. എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെൻ്റ് എടുത്ത് വേറെ ആരെ കയ്യിൽ നിന്ന് വാങ്ങരുത്. അവിടെ ഒരു പർട്ടിക്കുലർ വ്യക്തിയല്ല, ആരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പാടില്ല. റെഫ്യൂസൽ ടു ഡീലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സംശയമുണ്ടോ? അടുത്ത റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയാം. റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം വിറ്റിട്ട് പറയും, അതിന് ഒരു വില ഞാൻ പറയും, ആ വിലയ്ക്ക് താഴെ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വിൽക്കാനായിട്ട് പാടില്ല എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ബെൻസ് വിൽക്കുകയാണ്. ഇപ്പോൾ ബെൻസിൻ്റെ ഭയങ്കര വിലയല്ലേ, അത് ലക്ഷറി വാല്യൂ ഉണ്ടായതുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാറുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ബെൻസ് ഒരു ആൾക്ക് വിറ്റു, ഒരു ട്രേഡറാണ് ഞാൻ. ഇപ്പോൾ ബെൻസിൻ്റെ കമ്പനിയാണ്, പുള്ളിക്കാരൻ എൻ്റെ ഒരു ഷോറൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പറയും ഇന്ന വിലയ്ക്ക് താഴെ അതിന് വിൽക്കാൻ പാടില്ല എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം, ആ കാറിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷമായിരിക്കും. ഈ കാറ് ഞാൻ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് 25 ലക്ഷത്തിനായിരിക്കും. ഞാൻ അയാൾക്ക് പറയും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാവുന്ന 40 ലക്ഷം, അതിൽ താഴെ ആയിട്ട് നിങ്ങൾ വിൽക്കരുതെന്ന് പറയും. ഇത്തരത്തിലുള്ള എഗ്രിമെന്റുകളാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എഗ്രിമെന്റും പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങയുടെ കോമ്പറ്റീഷൻ എഫക്റ്റ് ആണ്. മീൻസ് അങ്ങേര് ചിലപ്പം ആ 40 ലക്ഷത്തിന് താഴെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ആ കാർ വിൽക്കാൻ പറ്റും. ഇനി ഇൻ കേസ് നഷ്ടത്തിലാണ് അയാൾ വിൽക്കുന്നതെങ്കിൽ, അതിന്റെ കോസ്റ്റിന്റെ 25 ലക്ഷത്തിനെക്കാട്ടി താഴെയാണ് വിൽക്കുന്നതെങ്കിൽ കൂടി അയാൾക്ക് അത്രയെങ്കിലും പാർട്ട് കോസ്റ്റെങ്കിലും റിക്കവർ ചെയ്ത് അയാളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അയാളെ കോമ്പറ്റീഷൻ എഫക്റ്റ് ചെയ്യും. എന്താണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എഗ്രിമെന്റുകളൊന്നും എന്തല്ല, അലൗഡ് അല്ല. ടൈപ്പ് എഗ്രിമെന്റ്, എക്സ്ക്ലൂസീവ് സപ്ലൈ എഗ്രിമെന്റ്, എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെന്റ്, റെഫ്യൂസൽ ടു ഡീൽ, റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്, ഇതൊന്നും എന്തല്ല, അലൗഡ് അല്ല. ഇതുവരെ ക്ലിയർ ആണോ? അടുത്താണ് ബിഡ് റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ അറിഞ്ഞു ഗാന്ധിജിയുടെ വാച്ച് വിൽക്കാനായിട്ട് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇതിനകത്തൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ വാച്ച് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് ഇത്തരത്തിൽ താല്പര്യം ഉണ്ടായതുകൊണ്ട് ഈ വാച്ച് വാങ്ങിക്കാനായിട്ട് പോകുന്ന ആൾക്കാരെയും എനിക്കറിയാം. മീൻസ് എന്തായാലും നമുക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുറേയധികം സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ഫീൽഡിലെ ആൾക്കാരെ നമുക്ക് പരിചയമാണ്. അപ്പം ഈ വാച്ച് വാങ്ങിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോഴത്തേക്കും ഞാൻ എല്ലാവരും എന്ത് ചെയ്ത് വിളിച്ചിട്ട് നമ്മളൊരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു വാച്ചിന് ഇപ്പോൾ ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ, ഇതിപ്പം നമ്മൾ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 10 കോടി കിട്ടും. ഇതിൻ്റെ ലേലം തുടങ്ങുന്നത് 20 ലക്ഷത്തിലാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം വിളിക്കത്തില്ല. മീൻസ് അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും, ഈ 20 ലക്ഷത്തിന് നമുക്ക് ഈ വാച്ചിങ് പിടിക്കാം, എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി ഇത് മറച്ചു വയ്ക്കാം, എന്നിട്ട് ബാക്കി ആ കിട്ടുന്ന ലാഭം ഉണ്ടല്ലോ അത്രയും പൈസ നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം വീതിക്കാം. അതിനാണ് ബിഡ് റിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ. മീൻസ് ബിഡേഴ്സ് ഒരു തീരുമാനം എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണ്ട, ബിഡ് ചെയ്യേണ്ടെന്ന്. അതുവഴി ബിഡിങ് പ്രോസസ്സിനെ തന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. ബിഡർ എൻ്റർ ഇൻടു എൻ എഗ്രിമെന്റ് ഓർ എൻ്റർ ഇൻടു എൻ അറേഞ്ച്മെന്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് നോട്ട് ടു ബിഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിഡ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്ട്
ഓർ മാനിപ്പുലേറ്റ് ദ പ്രോസസ് ഓഫ് ബിഡിങ്. ഇത് ബിഡിങ് പ്രോസസ്സിന് തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. ഇതും അലൗഡ് അല്ല. അടുത്താണ് പ്രിഡേറ്ററി പ്രൈസിങ്. പ്രിഡേറ്ററി പ്രൈസിങ് കേട്ടിട്ടുണ്ടോ? പ്രിഡേറ്ററി പ്രൈസിങ് എപ്പോഴെങ്കിലും? നമുക്ക് റീസെൻ്റ് ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്, ഓർമ്മയുണ്ടോ? പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാമോ? ഓക്കെ, കേട്ടിട്ടില്ലെങ്കിൽ ഓക്കെ ഞാൻ തന്നെ പറയാം. അപ്പോൾ ഈ റിലയൻസ് ജിയോ വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ഓഫർ വന്നായിരുന്നു. ഈ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഒരു ഓഫർ വന്നായിരുന്നു ആദ്യമേ. അപ്പോൾ ഇവർ കോമ്പറ്റീഷൻ കമ്മീഷനിലേക്ക് മറ്റുള്ള ടെലികോം കമ്പനികളുടെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ആ ഒരു ഓഫർ ഇൻവാലിഡ് ആക്കിയായിരുന്നു. മീൻസ് ഈ ഇത്തരം ഇൻ്റർനെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ജിയോ നമുക്ക് ഇൻ്റർനെറ്റ് തരുന്നതെങ്കിൽ അതിന് ജിയോ കമ്പനിക്ക് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ആ കോസ്റ്റിനെക്കാട്ടി താഴെയാണ് എന്ത് ചെയ്തത്, അവർ ആ ഓഫർ വിറ്റത്. മീൻസ് നമുക്ക് ആക്ച്വലി ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സേവനം കൊടുക്കാനോ എത്ര കോസ്റ്റ് ഉണ്ടാവുന്നോ ആ കോസ്റ്റിനെക്കാട്ടി താഴെ നമ്മൾ ഒരു സാധനം വിൽക്കുകയോ ഒരു സേവനം കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അതെന്ന് പറയുന്നത് പ്രിഡേറ്ററി പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ ന്യൂട്ടല്ല വന്ന സമയത്ത് ന്യൂട്ടലയ്ക്ക് ഭയങ്കര വിലക്കുറവായിരുന്നു. ഒരു ഫുൾ ജാർ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 120 താഴെയായിരുന്നു. പക്ഷെ ഇപ്പോൾ